Good evening. Good evening, ma'am. നമ്മൾ 4 പേരുള്ളോ? Good evening, വിജയൻ ma'am. കുട്ടി ആൻസർ. Good evening. Good evening, ma'am. Good evening. Okay, we will start our class with a silent prayer. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ഞാൻ കഴിഞ്ഞ ആഴ്ച വൈൻഡപ്പ് ചെയ്തത്. അപ്പൊ മാം പറഞ്ഞു ഇന്നും കൂടെ ഒന്ന് എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് ഇന്നും കൂടെ ഒന്ന് എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. 13th ഓൺവേർഡ്സ് സ്റ്റഡി ലീവ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ റെക്കോർഡിന്റെ ലാസ്റ്റ് 2 പേജസ് എഴുതാനുണ്ട്. ഞാനും അശ്വതി മിസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നം കൊണ്ടാണ്. മിസ്സിന് മനസ്സിലായില്ല ലാസ്റ്റ് അത് എഴുതിപ്പിക്കണം എന്നുള്ളതേ. ഓക്കെ, അപ്പൊ അത് ഒരു 10 മിനിറ്റ്സിന്റെ കാര്യം ഉണ്ടാവുള്ളൂ തോന്നും. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ സൈലന്റ് പ്രയർ, റൈറ്റ്? മെറ്റീരിയൽസ് ഒക്കെ വീണ്ടും തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. കുറച്ച് അശ്വതി മാമിന്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മോഡൽ എക്സാം കൂടെ അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സെഷൻ പ്രാക്ടിക്കൽസ് നമുക്ക് ഒന്നുകൂടെ ഓൺലൈൻ ചെയ്യാം. ബാക്കിയുള്ള വർക്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വരികയായിരിക്കുമല്ലോ അല്ലെ? പെൻഡിങ് വർക്ക്സ് ഒക്കെ എല്ലാം ചെയ്തോണ്ടിരിക്കുകയല്ലേ? Yes, ma'am. നമ്പർ വീൽ, പിക്ചർ വീൽ മിസ് കാണിച്ചു തന്നിരുന്നു? No, ma'am. ഓക്കെ, മാമിന്റെ അശ്വതി മിസ്സിന്റെ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് ഇനി? ആസ് പെർ ടൈം ടേബിൾ നാളെ ആണോ? നാളെയാണ് അശ്വതിമാന്റെ ക്ലാസ്. അപ്പൊ നാളെയും കൂടി ഉണ്ടാവും. കാരണം 13th തുടങ്ങിയ സ്റ്റഡി ലീവ്. അപ്പൊ നാളെ അത് കാണിച്ചു തരാനായിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ പിന്നെ എന്താ പറയാ, വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, അതൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണമെങ്കിലൊക്കെ കയ്യിലുണ്ടോ? ചെയ്തിട്ടുണ്ടോ? Word reading, picture reading cards ഉണ്ടോ? കുഴപ്പമില്ല. പിന്നെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ക്രാഫ്റ്റ് ഐറ്റംസ്. ഓക്കെ, ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ മാം. Yes, ma'am. We can. ചാർട്ട് പേപ്പർ വെച്ചിട്ട് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി. ഓക്കെ, പിന്നെ ബർത്ത്ഡേയുടെ എന്തോ മാം പേപ്പർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ അത് ചെയ്യാൻ പറ്റും. ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുക. പിന്നെ കൊളാഷ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മളുടെ ഈ വനിത ആരോഗ്യ മാസിക, ഗൃഹലക്ഷ്മി, അങ്ങനത്തെ കളർഫുൾ പേജസ് ഉള്ള മാഗസൈൻസ് അല്ലേ പഴയത്, അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറെ പേപ്പേഴ്സും ചെറിയ സിസേഴ്സും ആകുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കയ്യില് ഹേർട്ട് ആവില്ല, അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കട്ട് ചെയ്യിച്ചിട്ട് ഗ്ലൂ കൊടുത്ത്, ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ കൊടുത്തിട്ട് അവരെ കൊണ്ട് കൊളാഷ് ചെയ്യിക്കാം. ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കൊടുക്കുക, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോട്ട്ബുക്ക് ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് കൊളാഷ് ചെയ്യിക്കാം. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾ അവരുടെ ഒരു ഐഡിയയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ട് തന്നെ വരും.
അപ്പൊ ഈ മാഗസീൻസിലൊക്കെ ആവുമ്പോ കുറച്ചുകൂടെ ഇങ്ങനെ എന്താ പറയാ ഒരു ഷൈനിങ് ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും, പിന്നെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. സാധാരണ ന്യൂസ് പേപ്പറിന്റെ പോലെ ആവില്ല, കുറച്ചും കൂടെ ഒക്കെ കളർഫുൾ ആയിട്ട് വരും ഇതൊക്കെ ആവുമ്പോ. അപ്പൊ അതൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു ആക്ടിവിറ്റി, കൊളാഷ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. മാം ഞാന് സ്കൂളില് ഇന്റേൺഷിപ്പിന് പോയപ്പോ ഈ കം പ്രിന്റിങ്ങും പിന്നെ വെജിറ്റബിൾ പ്രിന്റിങ് അത് ചെയ്യിച്ചു. വെജിറ്റബിൾസ് ഈ ലേഡീസ് ഫിംഗർ, അനിയൻ, പൊട്ടാറ്റോ, ഓക്കെ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ട് കളർ വെച്ചിട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതും ചെയ്യാം, അതും നല്ല ഒരു ഐഡിയ. ഇറ്റ്സ് വെരി ഗുഡ്. ആക്ച്വലി ദേ ഫെൽറ്റ് വെരി ഹാപ്പി. യെസ്, അവർക്ക് ഇത് ഒരു റൊട്ടീനിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് തോന്നി. അത് ആ സ്കൂളിൽ LKG UKG ആണ് ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്. അപ്പോൾ അവർക്ക് ആ ആക്ടിവിറ്റി LKG മാത്രം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ദേ റിയലി എൻജോയ്. പിന്നെ മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോറി നറേറ്റ് ചെയ്യാം. കളർ പൗഡർ ഒന്നും ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യില്ല, കാരണം കയ്യിലൊക്കെ ആവില്ലേ, അവര് നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതൊക്കെയല്ലേ. അപ്പൊ അതുകൊണ്ട് കളർ സീക്വൻസും അതുപോലെ തന്നെ കളർ പൗഡറും ഒക്കെ എങ്ങനെ വന്നാലും ഇവരുടെ കയ്യിലൊക്കെ കുറയാവും. ബ്ലൂ ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ നല്ലപോലെ വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും, ഈ കളറ് പോവില്ല. അതാണ് ഇത് കളർ പൗഡറും അതുപോലെ സീക്വൻസും അത് പോകില്ല, അതിന്റെ ഈ പൊടി 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 പോലെ ഇങ്ങനെ ഇരിക്കും. സോ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങൾക്ക് നോക്കാം. പിന്നെ മോണ്ടിസോറി സ്കൂളുകളോ അല്ലാത്ത സ്കൂളുകളോ ആണെങ്കിൽ ഈ സാപ്ലിങ്സ്, പ്ലാന്റ് സാപ്ലിങ്സ്, ചെറിയ ചെടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന് ഏതെങ്കിലും പ്ലാന്റിന്റെ സാപ്ലിങ്സ് ഒക്കെ കൊണ്ടുപോകുന്ന കുട്ടികളെ നിങ്ങൾക്ക് ഫൈനൽ ഡേ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടൊക്കെ വരികയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇപ്പോ ജോബ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റൽ ഡേ ഒക്കെ ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കൊണ്ട് അതുപോലെ ചെടികൾ നടിയിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഓരോ അവിടുത്തെ ഓരോ എൻവയോൺമെന്റും സറൗണ്ടിങ്സും അനുസരിച്ച് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് പലതും ചെയ്യാം. ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അവർക്ക് അവരുടെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പേര് പ്രത്യേകിച്ചൊന്നുമില്ല. ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ക്യൂബ്, സ്ക്വയർ, അതൊക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ അസൈൻമെന്റില് ടീച്ചിങ് എയ്ഡ്സിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് സ്കൂളിൽ പോയിട്ട് എടുത്ത ടീച്ചിങ് എയ്ഡ്സ്, അതിനെ കുറിച്ച് എന്താണ്, നമ്മൾ എങ്ങനെ ഉണ്ടാക്കി, ഡിസ്ക്രിപ്ഷൻ ആണോ അതോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതിയോ, എങ്ങനെയാണ്? ചെയ്ത ആക്ടിവിറ്റിയും കൂടെ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. നമ്മൾ അത് യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിച്ചു എന്നും കൂടെ ഒന്ന് ഒരു ഒന്നോ രണ്ടോ സെന്റൻസിൽ അതും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ഒരു ടൂൾ ഉണ്ടാക്കി, ബട്ട് ഹൗ വി അപ്ലൈ, അതാണ് അതിന് ഇമ്പോർട്ടൻസ്. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അതിന് ഉപയോഗിച്ച് അങ്ങനെ എത്ര എഴുതിയാൽ മതി അല്ലേ? മതി. ഈ ഒരു ബാച്ചിലെ കുട്ടികളെ സ്റ്റോറി നറേറ്റിംഗ് അവരത് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ, അതായത് ഒരു വലിയൊരു സ്ക്വയർ ഷേപ്പിലെ ഷീറ്റില് അവര് സ്റ്റോറിയുടെ ഓരോ സിറ്റുവേഷൻ വരച്ചു, നല്ല കളർഫുൾ ആയിട്ട് വരച്ചിട്ട് ആ സ്റ്റോറി പറയുന്നതിന്റെ ഒപ്പം തന്നെ ആ ഓരോരോ ചാർട്ടിങ്ങിനെ എടുത്ത് മാറ്റി മാറ്റി കാണിച്ചു. അപ്പൊ നമുക്ക് ശരിക്കും ലൈവ്ലി ആയിട്ട് ഫീൽ ചെയ്തു. മാസ്കിന് പകരം അവർ അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നു. നല്ലപോലെ വരയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് അങ്ങനെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. മാസ്ക് യൂസ് ചെയ്യുന്നതിന് പകരം അവർ ഇങ്ങനെ കാണിച്ചു. അതും രസമുണ്ടായിരുന്നു കേട്ടോ, അതും നല്ലതായിരുന്നു. പിന്നെ അതുപോലെ ആക്ഷൻ സോങ്ങിലും അതുപോലെ തന്നെ ഇവര്
ഇത് അനിമൽസിന്റെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ആക്ഷൻ സോങ് ചെയ്തത്. ആ സ്പൈഡറിന്റെ ഇൻസി സ്പൈഡർ എന്ന് പറഞ്ഞിട്ടൊരു റൈം ഉണ്ട്. അതിൽ അവര് സ്പൈഡറിന്റെ ഇതുപോലെ കട്ട്ഔട്ട്സ് പോലെ ഉണ്ടാക്കി. പിന്നെ ക്ലൗഡ് വന്ന് റെയിൻ ഡ്രോപ്സ് പോലെ അതും കട്ട്ഔട്ട്സ് ഉണ്ടാക്കി. അങ്ങനെ സ്പൈഡറിനെ മാച്ചുകൊണ്ട് പോകുന്നു പെട്ടെന്ന് അതിനെ മൂവ് ചെയ്യിക്കുന്നത്. അതൊക്കെ രസമുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യുന്ന അവര് തന്നെ ചെയ്യണതാ, ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവർ ചെയ്യാൻ ഇത്രയും പറഞ്ഞുള്ളൂ. സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ലൈവ്ലി ആക്കണം, മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ അവർ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്തു. അവര് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു റൈം കൊടുക്കും, ഒരു ആക്ഷൻ സോങ് കൊടുക്കും. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അതിന്റെ വീഡിയോ അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ ഇച്ചിരി ഷൈനസ് ഇൻഹിബിഷൻ ഒക്കെ ഉള്ളവരുടെയൊക്കെ അത് മാറും. ഫ്രണ്ട്സിന്റെ മുമ്പിൽ ആദ്യം ചെയ്തിട്ട് പിന്നെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രാക്ടീസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഓരോ ബാച്ച് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെ നമ്മൾ ഞാനും അത് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാത്. ഇത് ഇതുപോലെ സ്റ്റിക്ക് പോലെ ആക്കിയിട്ടാണ് ചെയ്തത്. ഒരു സ്റ്റോറി ഇങ്ങനെ കാണിച്ചിട്ട് ഫിഷും ഫ്രോഗിന്റെ ആണ്. അപ്പൊ 3 ഫിഷസ് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു പോണ്ടില് ലേക്കിൽ നടക്കുന്നതാണ് പറഞ്ഞിട്ട് ഒരു ലേക്കിന്റെ ഒരു എല്ലാം നല്ല കളർഫുൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ കുട്ടികൾക്ക് അത് നല്ല ഫീൽ വരും. അതെ, അപ്പോ അതാവുമ്പോ കൂടുതൽ അവർക്ക് മെമ്മറിയിൽ ഇരിക്കും. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ കൂടുതൽ അവരുടെ മെമ്മറിയിൽ ഇരിക്കും. അവരിത് റിപ്പീറ്റ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടും, ഡിമാൻഡ് ചെയ്യും മിക്കവാറും. യെസ് മാം. അവർക്ക് പറഞ്ഞ സ്റ്റോറിയാണ് പിന്നെയും പറയുമ്പോഴും അവർക്ക് ഒരു ബോർ അടിക്കുന്നില്ല. പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കും. അതെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആ റെക്കോർഡ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോ സമയം കളയണ്ട, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. എടുക്കട്ടെ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഏരിയ ഇതല്ലേ നമ്മൾ ഇനി എഴുതാനുള്ളത്. ഇതിന് മുമ്പ് വരെയൊക്കെ എഴുതിയതല്ലേ. സ്ട്രിപ്പ് ബോർഡ് എല്ലാം കഴിഞ്ഞതല്ലേ. എല്ലാം കഴിഞ്ഞതാണല്ലോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഈ വൈവയ്ക്ക് മുമ്പ് നമുക്ക് ഈ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാൻ കിട്ടുമോ? അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒട്ടിക്കുക ചെയ്യണം റെക്കോർഡില്? എന്നോട് അന്ന് നമ്മൾക്ക് ക്ലാസ് വെച്ചില്ലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടില്. സാർ ഉടനെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യാന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ സാറിനെ ഒന്നോട് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരാന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞില്ല, അവര് ചെയ്തോളാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ കൊറിയർ ചെയ്ത് തരും മാം? അപ്പൊ മിക്കവാറും അതെ, അതായിരിക്കും. അല്ലാതെ വേറെ ഇനി ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക്. നെക്സ്റ്റ് വൺ, സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ്. നിങ്ങക്ക് PGയുടെ ടെക്സ്റ്റ് എങ്ങനെയാ കൊറിയർ ചെയ്ത് തരുമായിരുന്നോ? യെസ് മാം. സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് ആണ് നെക്സ്റ്റ്.
സോ അതിനെ പല ഏരിയ ആയിട്ട് മീൻസ് അവിടെ കൂടുതലും ഷെൽഫും പിന്നെ പിക്ചേഴ്സുമാണ് കൂടുതലും സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. പിന്നെ ഗാർഡൻ, പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ചെറിയ ഫിഷ് ടാങ്ക് പോലെ, അങ്ങനെ അക്വേറിയം പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ആ ഡിപ്പെൻസ് ആ സ്കൂളിന്റെ ഒരു സൗകര്യവും ഒക്കെ അനുസരിച്ചായിരിക്കും വെക്കുന്നത്. പിന്നെ കുട്ടികൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും ഹാൻഡിൽ ചെയ്യണത്. ഓക്കെ, എഴുതിക്കോളൂ. റീഡ് ചെയ്യണമെന്നില്ലല്ലോ, കാരണം നിങ്ങൾക്കത് യൂട്യൂബിലെ സെറ്റിംഗ്സിൽ പോയി നല്ലപോലെ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചോക്കട്ടെ, ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ. ജോഗ്രഫി, സയൻസ്, ബോട്ടണി, സുവോളജി ആൻഡ് ഹിസ്റ്ററി, റൈംസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഓൾസോ ഇൻക്ലൂഡഡ്. ഈ ഒരു സെഷനിലായിരിക്കും കുട്ടികളുടെ, കാരണം എനിക്ക് അവിടെ ആ ഒരു മോണ്ടിസോറി സ്കൂളിൽ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ആണ് സാറ് കുട്ടികളെ കൊണ്ടുപോയിട്ട് ആക്ഷൻ സോങ് ചെയ്യിക്കാനായിട്ട് പറയുന്നത്. അത് ഈ ഒരു ഏരിയയിലായിട്ട് വരുമായിരുന്നു. സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ്. ഓക്കെ, യു ക്യാൻ റൈറ്റ്. മാം ഇത് അരിത്മാറ്റിക് ഫങ്ഷൻസ് കഴിഞ്ഞിട്ടല്ലേ? അതെ അതെ, നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയ കഴിഞ്ഞിട്ടുള്ള, അത് 4ാമത്തെ ഏരിയ ആയിരുന്നല്ലോ, 4th ഏരിയ ആയിരുന്നില്ലേ? യെസ് യെസ്. അതെല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഞാൻ എന്റെ റെക്കോർഡും കൂടെ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് ലീവ് ചെയ്യാൻ കുറച്ച് സ്പേസ് വേണ്ടി വരുമല്ലോ, ഈ പിക്ചേഴ്സ് കുറെ ഉണ്ടല്ലോ. പിക്ചേഴ്സ് കുറച്ചധികം വരും. കാരണം അതിന്റെ ഡീറ്റെയിൽസ് എഴുതാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇത്ര എഴുതി കിട്ടും. ഒരു മിനിറ്റ്, ഞാൻ എന്റെ റെക്കോർഡ് എത്ര നോക്കട്ടെ. അത്രയേ ഉള്ളൂ. ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വെരി ഈസിലി, അവിടെ വരെയുള്ളൂ കേട്ടോ. സ്പേസ് ഞാനൊരു രണ്ട് ഷീറ്റ് വിട്ടിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ 3 ഷീറ്റ് വിട്ടു ഒട്ടിക്കാനായിട്ട്. എനിക്ക് അത്രയും വേണ്ടി വന്നു, എല്ലാം വിട്ടുപോയി. ഒരു 3 ഷീറ്റ് ഓർ 3 പേജസ് ആയാലും കുഴപ്പമില്ല. നമ്മൾ തുടങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 1 2, അതായത് നമ്മൾ ലാസ്റ്റ് ഇത് ഡിവിഷൻ ഇത് അരിത്തമെറ്റിക് ഫങ്ഷൻസ് എഴുതിയിട്ട് ഒരു ചെറിയ 4 ടൈപ്പ് എഴുതി ഈ ഒരു പാരഗ്രാഫ് എഴുതിയില്ലേ, അത് കഴിഞ്ഞിട്ട് അതൊരു റൈറ്റ് സൈഡ് പേജിലല്ലേ വരുന്നേ. ലെഫ്റ്റ് സൈഡിൽ ഒരു പേജും കൂടെ പിന്നെ റൈറ്റ് സൈഡിൽ ഒരു പേജും വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഒരെണ്ണം എക്സ്ട്രാ വിട്ട് വെച്ചു. കിട്ടുന്ന പിക്ചറിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലല്ലോ, എനിക്ക് കിട്ടിയ ആ ഒരു സൈസ് ആണോ അങ്ങനെ അറിയില്ല. ഞാൻ ഇത്തിരി ക്രൗഡഡ് ആയിട്ട് ഒട്ടിക്കുകയും ചെയ്തത്, സ്പേസ് ഉണ്ടാവും വിചാരിച്ചിട്ടേ. അപ്പൊ ഒരു ലെഫ്റ്റും റൈറ്റും പിന്നെ ഒരു ലെഫ്റ്റും. അതെ, ഒരു ലെഫ്റ്റും പിന്നെ ആ ഒരു, എനിക്ക് തോന്നുന്നു ആ ഒരു റൈറ്റ് പേജും കൂടെ വിട്ടിട്ട് അടുത്തതിൽ ആയിരിക്കുന്നില്ല. കാരണം നമ്മുടെ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായി പോകില്ലേ അപ്പം മാത്തമാറ്റിക്കൽ ഏരിയയുടെ പിക്ചേഴ്സ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ 2 പേജസ് ലീവ് ചെയ്യേണ്ടി വരും. അതെ, 2 പേജ് ലീവ് ചെയ്യണം. ഒരു ഫ്രഷ് പേജിൽ എന്നിട്ട് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് എഴുതും.
ഈ ഫസ്റ്റ് സെന്റൻസ് എഴുതി കഴിയുമ്പോൾ ദിസ് ഏരിയ കവേഴ്സ് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് എന്ന് കഴിഞ്ഞിട്ട് ദിസ് ഇൻക്ലൂഡ്സ് പിക്ചേഴ്സ് ഓഫ് എന്നും കൂടെ എഴുതണേ. ഞാൻ ചാറ്റ് ബോക്സിൽ അത് ഇട്ടേക്കാം. ദിസ് ഇൻക്ലൂഡ്സ് പിക്ചേഴ്സ് റിലേറ്റിംഗ് വിത്ത് ജോഗ്രഫി, സയൻസ്, ബോട്ടണി, സുവോളജി ആൻഡ് ഹിസ്റ്ററി എന്ന് എഴുതിയിട്ട് നിർത്താം. ഒന്ന് പറയാം. ഇവിടെ പറയൂ മാം, മനസ്സിലായില്ല എവിടെയാണ്. പറയാം. നമ്മള് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് സെന്റൻസ് നമ്മളുടെ അതിലുള്ളത് പോലെ തന്നെ ദിസ് ഏരിയ കവേഴ്സ് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. സെയിം സെന്റൻസ് തന്നെ. ദിസ് ഏരിയ കവേഴ്സ് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. ഒന്നുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സിമ്പിൾ ആക്കാം. എങ്ങനെ എഴുതിക്കോളൂ? വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്, കോമ, ലൈക്ക്, ലൈക്ക്, വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ലൈക്ക് പിന്നെ ജോഗ്രഫി അത് അതിനകത്തുണ്ട്, സയൻസ്, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി എക്സെട്ര. അങ്ങനെ കൊടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒന്നുകൂടെ സെന്റൻസ് പറയാം. ദിസ് ഏരിയ കവേഴ്സ് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ലൈക്ക് ആണ് അവിടെ എക്സ്ട്രാ വന്നത്, ലൈക്ക് ജോഗ്രഫി, സയൻസ്, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി എക്സെട്ര. എന്നുള്ളതിന് നമ്മൾ ETC എഴുതുമല്ലോ. ഫസ്റ്റ് 2 സെന്റൻസിനെ നമ്മൾ ജോയിൻ ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കി. ദിസ് ഏരിയ കവേഴ്സ് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ലൈക്ക് ജോഗ്രഫി, സയൻസ്, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി എക്സെട്ര. വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ബാക്കിയുള്ളത് അതുപോലെ എഴുതിയ പോരെ. സയൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആർന്നും കൂടെ ചേർക്കണേ. ആർ ഓൾസോ ഇൻക്ലൂഡഡ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് റൈംസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. സോ ഷെൽഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഞാൻ നോക്കട്ടെ. അതിൽ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. അതാവുമ്പോഴും മറ്റേത് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി കഴിയുമ്പോൾ പറയണേ. ജോഗ്രഫി ഷെൽഫ് ഹെഡിങ് എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയത് ദിസ് ഏരിയ കവേഴ്സ് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ലൈക്ക് ജോഗ്രഫി, സയൻസ്, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി എക്സെട്ര. റൈംസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. നെക്സ്റ്റ് ഹെഡിങ് ജോഗ്രഫി ഷെൽഫ്. ഇനി അതിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട് എഴുതുവാണ്. വേണമെങ്കിൽ 1 A എന്തെങ്കിലും ഒരു നമ്പറിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ജോഗ്രഫി ഷെൽഫ്. ഇൻ ജോഗ്രഫി ഷെൽഫ് എന്നും കൂടെ ചേർക്കണം കേട്ടോ. ഇൻ ജോഗ്രഫി ഷെൽഫ് സോ മെനി തിങ്സ്, THINGS ആണ്, തിങ്സ് ആർ ഇൻക്ലൂഡഡ്. ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. നമുക്ക് സെന്റൻസിൽ ഒന്ന് ചെറുതാക്കാം, കാരണം വേറെ ഒരു കാര്യം അത് ആഡ് ചെയ്യേണ്ടതുകൊണ്ടാണ്. In geography shelf, so many things are included. Full stop.
ഇനി എഴുതിയോ? ഇൻ ജോഗ്രഫി ഷെൽഫ് സോ മെനി തിങ്സ് ആർ ഇൻക്ലൂഡഡ്. ഇൻക്ലൂഡഡ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത സെന്റൻസ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. there THERE ആണ്, THERE. there are pictures. ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്തായിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. there are pictures of land. പിന്നെ അത് വരുന്നുണ്ട്, അത് എല്ലാമല്ല. land, air, water, continents. ആ സെന്റൻസിലുള്ള ഇത് മാത്രമാണ്. ഇതാണ് മാപ്പും ഗ്ലോബും അറ്റ്ലസും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ എഴുതുന്നത് there are pictures of, അതുവരെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. there are pictures of land, അത് സെന്റൻസിലുണ്ട്. land, air, water, continents, people, food, music, etc. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് കൊടുത്താൽ മതി. മ്യൂസിക്കിന്റെ പിക്ചർ അങ്ങനെ വെക്കണം. സോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. there are pictures of land, air, water, continents, people, food, music instruments. Instruments, etc. മാം ഒന്നുകൂടെ വായിക്കുവോ ആ പാരഗ്രാഫ്? വായിക്കാം. ഇൻ ജോഗ്രഫി ഷെൽഫ് വായിച്ചോളൂ. so many things are included. ഫുൾ സ്റ്റോപ്പ്. നമുക്ക് ആ സെന്റൻസ് അവിടെ ഫസ്റ്റ് തന്നെയുണ്ട്. ഇൻ ജോഗ്രഫി ഷെൽഫ് so many things are included. ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ടത് ഞാൻ ചാറ്റ് ബോക്സ് എഴുതി വെച്ചിട്ടുണ്ട്. there are pictures of, ബാക്കിയും ആ സെന്റൻസിൽ വരുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരുമിച്ച് നമ്മൾ എഴുതുന്നില്ല. there are pictures of land, air, water, continents, people, food, music instruments, etc. there are pictures of land, air, water, continents, people, food, music instrument, etc. ആ സെന്റൻസ് വരെയും ക്ലിയർ ആയോ? ഓക്കെ മാം. സോ നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതുക. there are maps, globes, and atlas. there are maps, globes, and atlas, ഇട്ടിട്ട് so that
so that children can there are maps, globes and atlas, so that children can familiarize with different places. ഞാൻ പോയ മോണ്ടിസോറി സ്കൂളിൽ ചെയ്തതെന്ന് വെച്ചാല് ഏതെങ്കിലും കുട്ടിയുടെ ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിലത്തിരുന്നിട്ട് സാറ് പോയിട്ട് ഗ്ലോബ് എടുത്തിട്ട് വരും. ഗ്ലോബ് എടുത്തിട്ട് ബർത്ത്ഡേ ബോയിനെ ഗേളോ ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ചിട്ട് ഗ്ലോബ് അവരുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് സാറ് നമ്മളുടെ ലൊക്കേഷൻ അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് സാറ് ചോദിക്കും, നിനക്ക് എവിടെ പോവാനാ ആഗ്രഹം വലുതാവുമ്പോഴെന്ന് ചോദിക്കുമ്പം അവർ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് പറയും. അല്ലെങ്കിൽ സാറ് കുറേ പ്ലേസസ് ഇങ്ങനെ പറയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പ്ലേസ് ചാടിക്കയറി പറയപ്പം അത് ഗ്ലോബില് കുട്ടിയെ കൊണ്ട് കണ്ടുപിടിപ്പിക്കും. അങ്ങനെ കുട്ടികളെ ഫെമിലറൈസ് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ കുട്ടികൾ വരുമ്പോഴേക്കും അവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് ചെയ്യിക്കും. പക്ഷെ ബർത്ത്ഡേ സമയത്ത് ഗ്ലോബ് ബർത്ത്ഡേ കുട്ടി ആരാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത്. സോ ദാറ്റ് children can familiarize with different places. Okay. പിന്നെ അവിടെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ആ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. സോ മെനി തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. ചിലപ്പം ആഫ്രിക്ക, അവിടുത്തെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. സോ മെനി തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമുക്ക് മ്യൂസിക് കോർണർ വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ പിക്ചേഴ്സ് മാത്രമല്ല, ഓരോ സ്കൂളുകളും അവർക്ക് പറ്റുന്ന പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കും ഡ്രം, ജാസ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് അങ്ങനത്തെ നോട്ട്സ് വരുന്ന രീതിയിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് there is a music corner with different music instruments are എന്താ അതിന്റെ ഒരു സെന്റൻസ് എഴുതാം? There is a music corner with different music instruments are displayed there. ആ സെന്റൻസ് ഓക്കെ ആണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? There is a music corner with different extra പറഞ്ഞു കേട്ടോ, different music instruments are kept there എന്ന് മതി അല്ലേ? മതിയോ ജ്യോതി? കറക്റ്റ് ആണ്. There is a music corner with different musical instruments displayed there. Kept for display. Okay. So there is a music corner. വേണമെങ്കിൽ എഴുതിയേക്കാം. There is a music corner with different. There is a music corner with different. മുറിച്ച് എഴുതാൻ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം എഴുതാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിക്കൽ instruments with different musical instruments are displayed. There is a music corner with different musical instruments are displayed. That's an example.
മാം ചില മോണ്ടിസോറി സ്കൂൾസിൽ ഇങ്ങനെ കളേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു. KG സെക്ഷനിൽ നമുക്ക് കാണാം കളേഴ്സ്, കളർ ഡേ, ഓറഞ്ച് ഡേ, യെല്ലോ ഡേ, റെഡ് ഡേ. അങ്ങനെ എന്റെ മക്കളുടെ സ്കൂളിൽ അങ്ങനെ KG സെക്ഷനിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കൾച്ചറൽ ഒരു ഓരോ സ്റ്റേറ്റിന്റെ ഓരോ വീക്ക് അല്ലെങ്കിൽ ഓരോ മാസം ഒരു സ്റ്റേറ്റിന്റെ അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളമാണെങ്കിൽ കേരളം ആ പർട്ടിക്കുലർ കോസ്റ്റ്യൂം ഇട്ടിട്ട് ടീച്ചേഴ്സ് എല്ലാവരും വരിക. എന്നിട്ട് ആ ഫുഡ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ പിള്ളേർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുക. പിന്നെ ഓണക്കളികൾ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ ഓണം സെലിബ്രേഷൻ അങ്ങനെ ചെയ്യും. അപ്പൊ ഓരോ സ്റ്റേറ്റ് അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഓരോ മാസം അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവരുടെ കൾച്ചർ നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടും. എന്തെങ്കിലും ചില വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക, പറയുക. അപ്പൊ ആ സ്റ്റേറ്റിൽ ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അവര് വിഷ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷ് കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ ഫെസ്റ്റിവലോ എന്തെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതെ, അവർക്ക് നമ്മൾ എന്താ പറയാ തിയറി പഠിപ്പിക്കുന്നതിനേക്കാളും ഫോർ ഡിഫറെന്റ് കൾച്ചർ തിയറി അവര് വലിയ ക്ലാസ്സിലേക്ക് പോയി പഠിക്കുമല്ലോ. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇത് അവരുടെ ഉള്ളിലേക്ക് ചെല്ലും. ശരിയാണ്, ഒരു ഐഡിയ. കളേഴ്സ് ഡേ മിക്ക സ്കൂളിലും നടത്താറുണ്ട്. ഞങ്ങൾ ഇതേപോലെ കളേഴ്സ് ഡേ നടത്താറുണ്ട്. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഡേയ്സുകൾ വരുമ്പോ അതിനെ സംബന്ധിച്ച് ഫാൻസി ഡ്രസ് പോലൊക്കെ ചെയ്യാറുണ്ട്. എന്റെ മോള് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പിലത്തെ. അപ്പം അവൾക്ക് അവരുടെ കൾച്ചറിന്റെ ചില ദിവസങ്ങൾ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത് ആ കഴിക്കുന്ന ഉണ്ടാവില്ലേ, ചോറ് ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ടിട്ട് ചോറുണ്ടാക്കുന്ന അവിടുത്തെ ഒരു സ്പെഷ്യൽ ഏതോ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ അന്ന് ആ ഫുഡേ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റുള്ളൂ പറയും. അപ്പൊ ആ ഫുഡ് കൊടുത്തയക്കും. അതുപോലെ കോസ്റ്റ്യൂം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ്, കോസ്റ്റ്യൂം എന്നിട്ട് കുട്ടികളെ അതേക്കുറിച്ച് കുറച്ച് പഠിച്ച് ചെയ്യില്ല. KG അങ്ങനെ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ജോഗ്രഫി ഷെൽഫ് കഴിഞ്ഞു. So many things are included from different countries and പല കൺട്രിയിലെയും പിക്ചേഴ്സ്. സോ ഫ്ലാഗ് അതും അവർക്ക് ഭയങ്കര ഐഡന്റിഫൈ ചെയ്യാൻ നല്ലതായിരിക്കും. എന്റെ മോൻ ചെറുതായിരുന്നപ്പോ ഫ്ലാഗ് വരയ്ക്കും, എന്നിട്ട് ഏത് കൺട്രിയാന്ന് പറയും. അങ്ങനെ കുറേ കൺട്രീസിന്റെ ഫ്ലാഗ് അങ്ങനെ ചെയ്യുമായിരുന്നു, ഒരു ആക്ടിവിറ്റി പോലെ. കുട്ടികൾക്ക് ഫ്ലാഗിനോട് എന്തോ ഭയങ്കര താല്പര്യമാണ്. എന്റെ മക്കളും ഓരോ കളർ ഫ്ലാഗ് കാണുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഇന്ന കൺട്രിയുടെ ആണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെ അത്രയ്ക്കൊന്നും ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അതൊക്കെ ഭയങ്കര ഒരു ക്രേസ് ആണ് ഈ ഫ്ലാഗ് കളക്ഷൻ. ചില കൺട്രീസിന്റെ ഫ്ലാഗ് ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഒക്കെ തോന്നും. അപ്പൊ നമ്മൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, അവർക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. അവർ ഭയങ്കര കറക്റ്റ് ആയിട്ട് അത് പറയുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇതൊക്കെ ജോഗ്രഫി ഷെൽഫിൽ വരുന്നുണ്ട്. അറ്റ്ലസ്, ഗ്ലോബ് അറ്റ്ലസ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ പല കൺട്രീസിലെയും അവിടുത്തെ അനിമൽസ്, അവിടുത്തെ ആളുകളുടെ ഡ്രസ്സിങ്, അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോരോ കോർണർ. നെക്സ്റ്റ് സുവോളജി ഷെൽഫ്. അത് എഴുതുമ്പോൾ അവിടെയും കറക്ഷൻ ഉണ്ട്. ദിസ് ഈസ് ആനും കൂടെ ചേർക്കണം. ദിസ് ഈസ് ആൻ ഏരിയ ഓഫ് സ്റ്റഡിയിങ് അബൌട്ട് ദി അനിമൽസ്. ആ സെന്റൻസിൽ ആ ഏരിയക്ക് മുമ്പ് ഒരു ആൻ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് പറയാം അത് നിങ്ങൾ എഴുതുമ്പോഴേക്കും. This is an area of studying about the animals. നമ്മുടെ കളക്ഷൻ ബുക്ക് ചെയ്തത് കുറെ ഈ ഒരു ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമ്മുടെ റെക്കോർഡിലെ കളക്ഷൻ ബുക്ക്. ഫസ്റ്റ് റെക്കോർഡ് ബുക്ക്. അതെ, ബാക്കി എഴുതണോ മാം? ആനിമൽസ് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് ആനിമൽസ്. അവിടെ ആൻഡ് വേണ്ട. ഡൊമസ്റ്റിക് ആനിമൽസ്, പെറ്റ് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, സീ ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, reptiles
reptiles, R ഉണ്ട് കേട്ടോ അവിടെ, REPTILES, reptiles etc. will come under this. പിന്നെ അടുത്ത സെന്റൻസും അതുപോലെ തന്നെ, they will learn about worms and spiders. നമ്മളെ റിലേറ്റഡ് വിത്ത് റൈംസും കൂടി ആകുമ്പോഴേക്കും അപ്പൊ എല്ലാ ഏരിയകളും തമ്മിലൊരു കണക്ഷൻ വരും. ലാംഗ്വേജ് ഏരിയയിലോ അല്ലെങ്കിൽ ആക്ഷൻ സോങ് റൈംസ് ഒക്കെ ചെയ്യിക്കുമ്പോൾ ഈ ഇത് റിലേറ്റഡ് വിത്ത് ഇത് ചെയ്യിക്കുമ്പോൾ സ്പൈഡറെ ഒക്കെ വെച്ച് ചെയ്യിക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര കണക്ഷൻ ആയിരിക്കും. അപ്പം ദിസ് ഈസ് ആൻ ഏരിയ ഓഫ് സ്റ്റഡിങ് അബൌട്ട് ദ അനിമൽസ്, domestic animals, pet animals, wild animals, sea animals, birds, insects, reptiles, etc. will come under this. They will learn about worms and spiders. മാം ബാക്കി ആ സെന്റൻസ് ഫുൾ എഴുതണോ? എന്നിട്ട് ഞാൻ ചെറിയൊരു വ്യത്യാസമല്ലേ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞേ. This is an area of studying about the animals, domestic animals, pet animals, wild animals, sea animals, birds, insects, reptiles, etc. will come under this. They will, എന്ന് ഉദ്ദേശിക്കുന്ന ചിൽഡ്രൻ ആട്ടോ, ചിൽഡ്രൻ എഴുതിക്കോ. Children will learn about worms and spiders. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ സയൻസ് ലാബിലൊക്കെ ഈ റെപ്ലിക്കാസ് ഉണ്ടാവില്ലേ, ഈ റെപ്റ്റൈൽസിന്റെ, അപ്പൊ അതൊക്കെ നമുക്ക് ഇവർക്ക് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഷെൽഫിൽ വെക്കാൻ പറ്റുമോ? കാണിക്കാം. പിന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ളതൊന്നും ആവാതിരുന്നാ മതി. നമ്മള് സോക്സ് കൊണ്ട് സ്നേക്ക് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ എന്താ വെച്ചാൽ വലിയ പേടി വരില്ല. ഇങ്ങനെ ഈ ചില റബ്ബർ സംഭവങ്ങൾ കാണുമ്പോ പെട്ടെന്ന് ഇതിങ്ങനെ വീഴുമ്പോ ഇങ്ങനെ അങ്ങനെ പേടിക്കാതിരുന്നാ മതി, വേറെ കുഴപ്പമൊന്നും. പിക്ചേഴ്സ് ആകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ലൈവായിട്ടുള്ളൊരു നമ്മളത് ഗ്ലാസ് ബോട്ടിൽസിൽ ക്ലോറോഫോം ഇട്ടിട്ട് ഈ റെപ്റ്റൈൽസിനൊക്കെ വെക്കുമല്ലോ, ഫ്രോഗ്സ്, സ്നേക്സ് അങ്ങനത്തെ ഒക്കെ. അപ്പൊ അതിങ്ങനെ അവർക്കൊരു ലൈവായിട്ടൊരു ഇത് കാണുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിനകത്ത് പല കെമിക്കൽസിൽ ഇട്ട് വെക്കുന്നത് ഇപ്പൊ അങ്ങനെ ലാബില് പിള്ളേരുടെ സ്കൂളുകളിലുണ്ടോ? ഞാൻ വലിയ ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പൊ ചെയ്യാറുണ്ട്? ഡിസ്കഷൻ ഒന്നും ഇപ്പൊ സമ്മതിക്കാറില്ലല്ലോ പണ്ടത്തെ പോലെ. അനിമൽസിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ലാബിൽ ഇപ്പൊ ഉണ്ടോ ഞാൻ ചോദിക്കുക, എനിക്ക് അറിയില്ല. ഇപ്പൊ ജ്യോതി പറഞ്ഞ പോലെ റെപ്ലിക്ക ചിലപ്പോ കാണുമായിരിക്കും, മോഡൽസ്. പണ്ട് ഇങ്ങനെ ലാബുകളിൽ ഇങ്ങനെ ഫ്രോഗിനെയൊക്കെ ഡിസിഷൻ എന്റെ ചേച്ചി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു, ചേച്ചിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതൊന്നും അലോ ചെയ്യുന്നില്ലല്ലോ. എനിക്കും ആയിട്ടില്ല മാം. ഞാനും ഇപ്പൊ സ്കൂളിൽ അങ്ങനത്തെ ഹയർ ക്ലാസ്സിൽ പോയിട്ട് കുറയും, 9th 10th ഒക്കെ. തവളയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഓർക്കാൻ വയ്യ. ഞാൻ പ്ലസ് ഗ്രൂപ്പ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങനെ കുറവാണ് മാം. എന്റെ ചേച്ചിയുടെ മോൻ +2 ഞാൻ അവരുടെ മീറ്റിങ്ങിന് പോയപ്പോ അവരുടെ ലാബില് ഇതൊന്നും ഇല്ല. സ്കെൽറ്റനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നമ്മ പണ്ട് പഠിച്ച ലാബേ അല്ല അവരുടെ. ഭയങ്കര വ്യത്യാസം. പണ്ട് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കിരുന്നില്ലേ, ഇപ്പൊ അതൊന്നും ഇല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു അനിമൽസിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. സ്കെൽട്ടൺ ഉണ്ടെങ്കിൽ തന്നെ ഒറിജിനൽ ആയിരിക്കില്ലല്ലോ, മറ്റേ അതല്ലേ. മറ്റേ MBBS അനാട്ടമി ലാബില് അവിടെ ഉണ്ടാവും. അത് പിന്നെ അവർക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. നമ്മളുടെ ഈ +2 +1 10th അങ്ങനത്തെ ലാബുകളിലൊന്നും ഇല്ല പണ്ടത്തെ പോലെ അനിമൽസിനെ ഹാം ചെയ്ത്. ചേച്ചി പഠിച്ച സമയം എന്ന് പറഞ്ഞാൽ
1995 ആ സമയത്താണ് അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. ആ സമയത്ത് ചേച്ചി വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യണതാണ്. നമുക്കത് കാണുമ്പോൾ തളർന്നു. ഞങ്ങൾക്ക് പ്ലസ് ടുവിലൊക്കെ ഡിസെക്ഷൻ ഉണ്ടായിരുന്നു. ഡിസിഷൻ. കോക്രോച്ച്, earthworm ഉം. ഡിസെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു, ഇപ്പം ഒന്നിനെ ഹാം ചെയ്തിരുന്നുണ്ടല്ലോ, അവളെ തന്നെ ഒന്നും ഇപ്പൊ കിട്ടാനില്ലല്ലോ. ഇപ്പോഴും ഉണ്ട് മാം. പണ്ടത്തെ തന്നെ ഇരിക്കണതേ ഉള്ളൂ. എന്റെ കൊച്ചു പഠിക്കുന്ന സ്കൂളിലുണ്ട് ഇപ്പോഴും. ആണോ? ആ, അവന്റെ അടുത്ത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇപ്പോഴും ഇരിക്കണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഷെൽഫിലേക്ക് പോകാറായോ? നെക്സ്റ്റ് ബോട്ടണി ഷെൽഫാണ്. സോ ഇറ്റ്സ് അബൌട്ട് പ്ലാന്റ്സ്. ഫ്രോഗിന്റെ ഒക്കെ ഇതൊക്കെ പിക്ചർ ആയിരിക്കും. ഫിഷിന്റെ പിക്ചർ. Okay, botany shelf. So in this part it is dealing with plants. As an answer, then full stop ഇട്ടിട്ട് seeds, parts of a plant. Dealing with plants എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. Seeds, parts of a plant, types of trees, flowers, vegetables, fruits, herbs and spices are coming under this കാറ്റഗറി. സെന്റൻസുകൾ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെടി നടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചെടിയില് പ്രൂൺ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, ട്രിം ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കാം. സീഡ്സ് അത് മണ്ണിൽ എങ്ങനെ കുഴിച്ചിടണം അതൊക്കെ അവരെ കൊണ്ട് ചെയ്യും. അത് നനയ്ക്കുന്നതും വാട്ടറിങ് പ്ലാന്റ്സ് അതിനെ കെയർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സ്റ്റിക്കർ ഒട്ടിച്ചതാണോ? ആ അതെ അതെ. നമ്മള് വേറെ എടുത്ത് ഒട്ടിക്കുന്നത് അത് അവിടെ കിട്ടാൻ? ഇത് ചിലതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നു. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ എല്ലാം പ്രൊവൈഡ് ചെയ്യാനാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്ലാസ് കേറാൻ വൈകി, ഞാൻ പുറത്തായിരുന്നു. ഞാൻ എന്തായാലും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടു, ക്ലാസ് ഒക്കെ കേട്ടു. കുറച്ചും കൂടെ നമുക്ക് റെക്കോർഡ് ഒരു പാരഗ്രാഫ് കൂടി ഉള്ളൂ. നമ്മുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആകും. നിങ്ങൾക്ക് 13 തുടങ്ങിയ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാം പറഞ്ഞു ഇന്നും കൂടെ ക്ലാസ് എൻഗേജ് ചെയ്യുക. നാളെയും അശ്വതി മാമും ചിലപ്പോൾ ക്ലാസ്സിൽ കയറുമായിരിക്കും. ഇംഗ്ലീഷ് ക്ലാസ് പിന്നെ ഇംഗ്ലീഷ് വേറെ സെപ്പറേറ്റ് എക്സാം ആണ് അല്ലേ? അങ്ങനെ. കാരണം വേറെ ബാച്ചിലെ കുട്ടികൾ അവര് ഇങ്ങനെ ഈ മോണ്ടിസോറി അല്ല, ഈ ടൈം കിഡ്സിലൊക്കെ ഇന്റേൺഷിപ്പിന് പോയവരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് തന്നെ ട്രെയിനിങ് സെഷൻ ഉണ്ട് ഈ ടൈമിനൊക്കെ. അപ്പൊ അവരിങ്ങനെ സെപ്പറേറ്റ് ആണ് ഇംഗ്ലീഷ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സബ്ജക്റ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു കമ്പാരിസൺ വരണ്ടല്ലോ മറ്റുള്ളവരുടെ മാർക്ക് ലിസ്റ്റ് ആയിട്ട്. അപ്പൊ അതൊരു സബ്ജക്റ്റ് ആയിട്ട് കാണിക്കാം. ചില ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേ ഇവര് കംപ്ലീറ്റ് ഇങ്ങനെ അരിച്ചു പറക്കി നോക്കും സർട്ടിഫിക്കറ്റും ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പൊ അതിനനുസരിച്ച് നമ്മളും ഒന്ന് അപ്ഡേറ്റഡ് ആയതാ. ഓൾറെഡി സാറിന്റെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഒരു 20 ക്വസ്റ്റ്യനും കൂടി ആക്കിയിട്ട് ഒരു എക്സാമും കൂടെ വെച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. സാർ ഇപ്പൊ തരുന്ന ക്ലാസ് നല്ല ക്ലാസ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പോലെയാണ് ഞങ്ങക്ക് തരുന്നത്. അതേപോലെ എല്ലാ സബ്ജക്റ്റും തരുന്ന വെച്ചാ പഠിക്കാൻ സുഖാണ്. ആണോ? ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടേ അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ളതൊക്കെ ഇങ്ങനെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ടീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ അതൊരു പാറ്റേൺ ആണ് അല്ലേ? ആഡ്വർബ്, അഡ്ജക്റ്റീവ്സ്, അങ്ങനെ പ്രൊനൗൺസ് അങ്ങനെയൊക്കെ വരും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് മോഡൽ ഒക്കെ തരാൻ എളുപ്പമുണ്ട്. പക്ഷെ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ അതൊരു കൺസെപ്റ്റ് ആണ്. അവിടെ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നാൽ ചിലപ്പോൾ എക്സാമിന് ഇടുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു മോഡൽ എന്ന് പറഞ്ഞ് ഇതിന് തരാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ വൈഡ് ആണ്. നമ്മളുടെ അന്ന് സാറ് പറഞ്ഞിരുന്നു കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ഓരോ യൂണിറ്റ് അനുസരിച്ച് തന്നിട്ട് നിങ്ങൾ അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ
അന്ന് സാറായിട്ട് അവിടെ വന്നപ്പോഴല്ല, അതിക്ക് മുന്നേ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ, അന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. ശരിക്കും നമുക്ക് ടീച്ചർ മോണ്ടിസോറിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ഒരു സബ്ജക്ട് നിങ്ങൾക്കുണ്ട്, അതിപ്പോ നമുക്ക് വൈഡാണ്, എന്തും ചോദിക്കാല്ലേ. ലൈക്ക് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടാം, ഇമ്മ്യൂണൈസേഷൻ, അതായത് നമ്മൾക്കറിയാം കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നതിന്റെ കാര്യത്തെ പറ്റി നമുക്കറിയാം. അറ്റ്ലീസ്റ്റ് നമ്മൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു വാക്സിനേഷൻ തന്നിട്ട് ഇത് ഏത് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് അതിനകത്ത് വരുന്നു. ബട്ട് ആക്ച്വലി നമ്മുടെ എന്താ പറയാ PDF-ലും വാക്സിനേഷനെ കുറിച്ച് പറയുന്നേ ഇല്ല. ഉണ്ടോ? മാം തന്നിട്ടുണ്ടായിരുന്നു നമ്മള് നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അസൈൻമെന്റ് തന്നതുകൊണ്ടാണ് ഞാനത് ക്വസ്റ്റ്യൻ എടുക്കുന്നത്. നമുക്ക് നോട്ട്സുകളായിട്ട് മാം ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നോട്ട്സ്, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരൂല്ലേ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റി എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. സോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ പലതും, ഇമ്മ്യൂണൈസേഷനെ കുറിച്ചാണെങ്കിലും പിന്നെ അസുഖങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻസ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മമാരെല്ലാരും കുട്ടികൾക്ക് ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും അതിന്റെ കണ്ടന്റ് നോക്കും, ഇത് എന്തിനാണെന്നുള്ളത്. എല്ലാരും തന്നെ നോക്കിയിട്ടുള്ള അമ്മമാരായിരുന്നു അന്ന്. പിന്നെ ഞാൻ ആക്ച്വലി നോക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ മെഡിസിൻ കിട്ടുന്നതേ ഹസ്ബൻഡ് പറയും, ഇതിന്റെ കണ്ടന്റ് ഇതാണ്, ഇത് ഇതിനൊക്കെ ഉള്ളതാണെന്ന് പറയും. പിന്നെ ഞാനായിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ എല്ലാ അമ്മമാരും കൺസേൺ ആണ് അതിനെപ്പറ്റി. സോ നമ്മൾ അതിനെയൊക്കെ റിലേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്നോട് മാം ചോദിച്ചു ടീച്ചർ സിലബസിന് പുറത്തുനിന്നാണോ ക്വസ്റ്റ്യൻ ഇടുന്നത്. സിലബസില് മാം എടുക്കുന്നതിന്റെ കുറെ ഭാഗങ്ങൾ സിലബസിൽ ഇല്ലാത്ത മാം ഇങ്ങനെ അതിന് വൈഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് കുറച്ചേ ഉള്ളൂ പഠിക്കാന്, മാം എടുത്തുന്ന നോക്കുമ്പോ അതിൽ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അതാ കാരണം എനിക്കിതൊരു സബ്ജക്ട് സ്റ്റഡിങ് ആയിട്ട് ഞാൻ വെക്കില്ല, അങ്ങനെയല്ല ഇത് പഠിക്കേണ്ടത്. നമുക്കൊരു തിമാറ്റിക് ലേണിംഗ് ആണ്. നമുക്കിവിടെ ഞങ്ങൾക്ക് ക്ലാസ് ആയിരുന്നപ്പോ എങ്ങനെയാണെന്നറിയോ, രാവിലെ ക്ലാസ്സിൽ വരുന്നു, പ്രെയർ കഴിയുന്നു, സൈൻ ഇൻ കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് തോട്ട് ഓഫ് ദി ഡേ കഴിയുമ്പോഴേക്കും ഗ്രൂപ്പ് ആക്കും, പുറത്തേക്ക് പൊക്കൊള്ളാൻ പറയും. പുറത്തേക്ക് ഇറങ്ങുക, മാർക്കറ്റിൽ പോവുക, ആൾക്കാരെ വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, തിരിച്ച് 1 hour കഴിഞ്ഞിട്ട് തിരിച്ചെത്തണം. അപ്പൊ കൊടുങ്ങല്ലൂരായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊടുങ്ങല്ലൂർ പ്ലസിലാണല്ലോ, ആ അമ്പലത്തിന്റെ എന്താ പറയാ പടിഞ്ഞാറേ നടയിലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അങ്ങനെ കറങ്ങി ഞങ്ങള് അമ്പലത്തിനെ റൗണ്ട് ചെയ്തിട്ട് വരും. റൗണ്ട് ചെയ്തിട്ട് വരും എന്ന് വെച്ചാൽ ഫുൾ കടകളല്ലേ, ഭയങ്കര തിരക്കും, ഓട്ടോ സ്റ്റാൻഡ്, അതിന്റെ അടുത്ത് ഹോസ്പിറ്റല്, അങ്ങനെ 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 കുറെ ഷോപ്സ്, അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം പെയറായിട്ടായിരിക്കും ചിലപ്പോ ഇവിടുന്നെ. പോണ വഴിക്ക് മുഴുവൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയുണ്ട്. അങ്ങനെ വന്ന് തിരിച്ച് 1 hour 1.5 hours ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ടൈം തരുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. പിന്നെ ഞങ്ങള് ഹോളിഡേ ബാച്ച് ആയിരുന്നു പറഞ്ഞല്ലോ, അപ്പൊ സൺഡേസും ഹോളിഡേസും വരുന്ന ക്ലാസ്. റെഗുലർ ബാച്ചിന്റെ കൂടെ എങ്ങനെയായിരുന്നു എന്നറിയോ മാം, അവര് മൂവിക്ക് ബുക്ക് ചെയ്യും, മൂവിക്ക് ബുക്ക് ചെയ്തിട്ട് സിനിമ കാണാൻ പോകും. അതായത് നല്ല മെസ്സേജസ് വരുന്ന സിനിമ കാണുക, അതും ഇതിന്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ സമയമില്ലാത്ത കാരണം മൂവിക്ക് പോവില്ല. പിന്നെ ഔട്ട്സൈഡ് പ്ലേസ് വിസിറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഞങ്ങൾ ലുലുവിലായിരുന്നു പോയത്. പിന്നെ ട്രെയിൻ ജേണി ഉണ്ട്, ഇതൊക്കെ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യണതായിരുന്നു. അപ്പോ ഈ ഒത്തിരി ഹൗസ് വൈഫ്സ് വീടിനകത്ത് തന്നെ ട്രെയിനിൽ കയറാത്തവരുണ്ടായിരുന്നു കാണും, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നടന്നിട്ടുണ്ടാവില്ല, മാളിൽ പോവാത്തവരുണ്ടാവും. അവരെയൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ സിലബസിൽ ആക്ടിവിറ്റി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു കുട്ടി തൃശ്ശൂര് പഠിക്കുന്നുണ്ടായിരുന്നു, എറണാകുളത്ത് തൃശ്ശൂര് ഞാൻ കണ്ടേ. പിന്നെ ഞാൻ എന്തുകൊണ്ട് തൃശ്ശൂര് പോയപ്പോ ഒരു കുട്ടി ഇവിടുന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂര് പോയാണ് പഠിക്കുന്നത് മോണ്ടിസോറി. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എങ്ങനെ മോണ്ടിസോറി ഓൺലൈനായിട്ട് പഠിക്കുക ഇത്? അപ്പൊ ആ കുട്ടിക്ക് ഒരു ഡൗട്ട്, എത്രയാണ് ഇത് വരുന്നത്, ഫീസ് എത്ര വരുന്നതൊക്കെ ചോദിച്ചു. അപ്പൊ എത്രയാണ് അവർക്ക്, എത്ര 40,000 എത്ര വരുന്നുണ്ട് അവർക്ക്. അപ്പം 1 വർഷത്തെ കോഴ്സ് തന്നെയാണ്. എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഇതൊക്കെ മാം പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവരുടെ ഇതിലും. ബാച്ചിന്റെ ഒപ്പം മാം ഒരു 10-12 സിനിമയെങ്കിലും കണ്ടു കാണും ഞങ്ങളുടെ മാം. ശരി. പക്ഷെ അതൊക്കെ നല്ലൊരു ഇതായിരിക്കും അല്ലെ, മെമ്മറി ആയിരിക്കും. ചിലപ്പോ ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് മൂവിക്കൊന്നും പോവാൻ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊരു ചാൻസ് അല്ലേ.
അവർക്ക് കിട്ടുന്ന ചാൻസ് ആയിരിക്കും അത്. അത് നമ്മളുടെ ഇതിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാമറ ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ റെക്കോർഡിംഗ് ക്ലാസ് ചെയ്യുന്ന എന്തിനാണ്? മറ്റുള്ളവർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊരു പ്രൂഫും ആണല്ലോ. അപ്പൊ ഈ ക്യാമറ ഉണ്ട് റീജിയണൽ സെന്റർ കാലിക്കട്ട. അവര് വന്ന് എടുക്കും, ഫുൾ റെക്കോർഡിംഗ് എടുത്തിട്ട് പോകും. അപ്പം മൂവിക്ക് പോണതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള സംഭവം. ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം, അന്ന് ഔട്ട് സൈഡിൽ മൂവി പ്രോഗ്രാം ആയിരുന്നു എന്നുള്ളത്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു. ശരി മാം, നമ്മളിപ്പോ റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ, ഈ ക്ലാസ് കഴിയുന്നതോട് നമ്മളോട് ഇത് ഇതാവോ കംപ്ലീറ്റ്? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല നസീമ, നിങ്ങൾ ഫസ്റ്റ് ബാച്ചും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്താ പറയാ, നമുക്ക് ഒരുപാട് ക്ലാസ് ഒക്കെ മിസ്സായി. ഒന്നുകൂടെ ഒക്കെ ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും തോന്നുന്നു. കാരണം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, അങ്ങനെ ഒരു ഇത് വെക്കില്ലായിരിക്കും. അതവിടെ കിടന്നോട്ടെ, കുട്ടികൾ കണ്ടോട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഫേവറബിൾ ആകുന്ന ഒരു ക്ലാസ് അങ്ങനെയല്ല മാം. PSC ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതൊരു 9 മാസം പിന്നെ 6 മാസം റിവിഷനും ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ കട്ടായി പോയി, പിന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, PSC ക്ലാസ് വീണ്ടും വീണ്ടും ജോയിൻ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്ഡേഷൻ ആവും ചെയ്യൂല. സ്റ്റുഡിയോ പോയി ചെയ്യുന്നവരാണെങ്കിലും വീണ്ടും പോയി ജോയിൻ ചെയ്യല്ലേ ചെയ്യുന്നേ. അതെ അതെ, അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇതിന്റെ കാര്യം അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതങ്ങ് പെട്ടെന്നങ്ങ് കട്ട് ചെയ്യുന്നുള്ള രീതിയിൽ തോന്നുന്നില്ല. ശരണ്യ എഴുതിയ മെസ്സേജ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ സുവോളജി ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് കോളേജിനെ. ഓക്കെ ഫൈൻ. ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമായത് കാണുന്നത്. സോ ഓക്കെ, സോ നമ്മള് ബോട്ടണി ഷെൽഫ് എഴുതി കഴിഞ്ഞല്ലോ അല്ലെ? ഇനി ഒരു പാരഗ്രാഫും കൂടി ഉള്ളു, സയൻസ് ഷെൽഫ്. 2 minutes ആണ്. ഞാൻ അതും കൂടെ ഒന്ന് വേഗം എഴുതിക്കോട്ടോ. അതും കൂടെ ബോട്ടണി ഷെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട് സൈഡിൽ ഗാർഡൻ ഉണ്ടാക്കാം. പറ്റിയ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ ഉണ്ടാക്കും. ബട്ടർഫ്ലൈ വരുന്ന ചില ചെടികൾ ഉണ്ടാവില്ലേ, ആ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ താനെ അവിടെ എത്തിപ്പോകും. ഓക്കെ, സയൻസ് ഷെൽഫ് സെക്ഷൻ ആണ്, സെഷൻ അല്ല. SECTION ആണ് കേട്ടോ. ദിസ് സെക്ഷൻ in this section, this section, comma, it include, ഇറ്റും കൂടെ ചേർക്കണം കേട്ടോ. In this section, comma, it includes some subjects and some simple science experiments. കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ചെയ്യിക്കാലോ. In this section, SECTION section, comma, it includes some subjects and some simple science experiments. നെക്സ്റ്റ് സെന്റൻസിലും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. The subjects are about ABOUT, about 5 senses. പിന്നെ ബാക്കി അതുപോലെ 5 senses, layers of earth, solar system, natural disasters, natural sources, etc. The subjects are about The subjects are about 5 senses, layers of earth, solar system, natural disasters, natural sources, etc.
മാം ആ സുവോളജി ഷെൽഫില്ലേ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, ഒന്ന് സ്ക്രോൾ ചെയ്യും. അതിന് ഞാൻ വല്ല ചേഞ്ചസ് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനായിരുന്നു. ഇത് ഞാൻ for doing the experiments the shelf is arranged with some sort of materials. അത്രേ ഉള്ളൂ ഇതില് എനിക്ക് എടുക്കാം. ഏരിയ ആനുണ്ട്, ആൻ ഏരിയ ഓഫ് സ്റ്റഡിങ് അബൌട്ട് ദ ആനിമൽസ്. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസ് കോമൺ മതി, ആൻഡ് ഇല്ല, ബാക്കിയെല്ലാം അങ്ങനെ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ. അതിൽ ഇൻ ദിസ് സെക്ഷൻ ആണ് SECTION സെക്ഷൻ includes some subjects and some simple science experiments. The subjects are about 5 senses, layers of Earth, solar system, natural disasters, natural resources, etc. For doing the experiment, the shelf is arranged with some sort of materials. അതോടുകൂടി ഈ പാരറ്റസ് റെക്കോർഡ് തീരുവാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ പേജസ് ഒക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യാം മീൻസ് ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് ആഡ് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും പിന്നെ പിക്ചേഴ്സ് കിട്ടുമ്പോൾ ഒട്ടിക്കാൻ സ്ഥലമില്ലെങ്കിൽ ലാസ്റ്റ് പേജിലൊക്കെ ഒട്ടിച്ചിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്താൽ മതി. അശ്വതി മാമിന്റെ ഭാഗത്തിലെ കുറച്ച് ഫ്രോഗ്, എലിഫന്റ് അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നേ, അത് ഈ റെക്കോർഡിന്റെ ബാക്കിൽ ഒട്ടിക്കാൻ പറ്റുമോ? അതിന്റെ എലിഫന്റ് എഴുതിയിട്ട് പാർട്സ്, ബോഡി പാർട്സ് എഴുതാന്. അതിനെന്താ ഒട്ടിച്ചോളൂ, കുഴപ്പമില്ല. നമുക്ക് സുവോളജി എന്നുള്ള സെഷൻ ഉണ്ടല്ലോ. മാമി പ്രാക്ടിക്കൽ അല്ല സോറി റെക്കോർഡുകളുടെ ബുക്കുകളെല്ലാം നമ്മൾ മാർച്ചിൽ എഴുതി തീർത്താൽ മതിയോ? മതി, ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും മതി, അല്ലെങ്കിൽ വൈവ സമയത്ത് മതി. നിങ്ങൾക്ക് സൈൻ വേണമെന്നൊക്കെ ഓരോരുത്തർ ആഗ്രഹം പറയുന്നുണ്ട്. ഞങ്ങൾ ഇത്ര ഞങ്ങളുടെ ബാച്ചാണ്, ഏതൊക്കെയോ ബാച്ച് പറയുന്നുണ്ട്, ഇത്രയും ഞങ്ങള് കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ, അത് സൈൻ കിട്ടുമ്പോ ഒരു വാല്യൂ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കോൺവെർസേഷന് വരുമ്പോ സൈൻ മേടിച്ചാലും പോരെ? മതി മതി. പിന്നെ അതുപോലെ ഞാൻ മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും മാർച്ചില് വൈവയുടെ ടൈം സ്ലോട്ട്, കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം സ്ലോട്ട് വെക്കും. അപ്പൊ ജസ്റ്റ് ഒരു വോട്ടിംഗ് പോലെ ഏത് ടൈമാണ് എന്നുള്ളത് രീതിയിൽ കൊടുക്കുമ്പോ അതിനനുസരിച്ച് നമുക്ക് ലിസ്റ്റ് ഇടാൻ, മീൻസ് ഓരോരുത്തർക്കും സ്ലോട്ട് തരാൻ. മോഡൽ എക്സാം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അതൊരു ടെൻഷൻ വേണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അത് നമുക്കിതൊരു റെഫറൻസ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. ടെക്സ്റ്റില് ജസ്റ്റ് ഓരോ നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യുക, ഇത് ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇങ്ങനെ സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ എല്ലാവരും ഡിസ്കഷൻ, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനും ചില കേസിൽ ഡിബേറ്റ് പോലെ 2 ടീമായിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതൽ. അപ്പൊ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞങ്ങൾക്ക് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്നുള്ള പേപ്പറിൽ ഞങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു മോണ്ടിസോറി സ്കൂളിന്റെ സ്കെച്ച് ചെയ്യാനായിട്ട്. യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ആർക്കിടെക്റ്റുകൾ അവരുടെ എക്സാമിന് അവര് ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കുമല്ലോ, പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വരച്ചു. സോ അതുകൊണ്ട് നമുക്കൊരു മോഡൽ എന്നുള്ള രീതിയിൽ, അപ്പൊ ആ മെത്തേഡ് ആണെങ്കിൽ തന്നെയും നമുക്കത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിരുന്നല്ലോ, ദ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഇസ് ഇൻ യുവർ ഹാൻഡ്. ഇഫ് someone said something and you are just tensed, then that means the remote control of your happiness is another man's hand എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സൈക്കോളജി പാർട്ടിൽ നിന്ന് വന്നതാണ്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ഇത് നമ്മളുടെ ഈ PDF-ലെ കണ്ടന്റ് എന്താണോ, നമ്മൾ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്ത് പോയി, മോക്ക് ടെസ്റ്റ് സാധാരണ തരാറില്ലേ, അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം. ബട്ട് വൈവ ടൈമില് എനിക്ക് എല്ലാവരുടെയും ഒരു
പോയിന്റ് ഓഫ് വ്യൂ അറിയണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം സിറ്റുവേഷൻസ് തരും. ലൈക്ക് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഒരു കുട്ടിക്ക് പെൻസിൽ പിടിക്കാൻ പറ്റുന്നില്ല. സോ വാട്ട് യു വിൽ ഡു, ലൈക്ക് ദാറ്റ് ഓഫ് നിങ്ങൾ എന്താ ഒരു അങ്ങനെ സിറ്റുവേഷൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമേ അങ്ങനത്തെ ചോദ്യം ചോദിക്കുള്ളൂ കേട്ടോ. മറ്റേ എക്സാം എല്ലാം, റിട്ടേൺ എക്സാം എല്ലാം കണക്റ്റഡ് വിത്ത് യുവർ കണ്ടന്റ്, അതെല്ലാം അതിലുള്ളതായിരിക്കും. വേറൊന്നും അങ്ങനെ പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഹെൽത്ത് റിലേറ്റഡ് വരുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ അതൊക്കെ ചോദിച്ചാലും ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു വാക്സിനേഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനാണ്, അതൊക്കെ ചോദിക്കല്ലോ. പിന്നെ വൈറ്റമിൻ, ഏതെങ്കിലും ഒരു വൈറ്റമിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താണ് സംഭവിക്കുക, അതൊക്കെ നമ്മൾ ജനറലി നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങളാണ്. എന്നോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗൈഡ് പ്രിപ്പറേഷൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. സാറ് മാം ചെയ്തു. എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്? ഗൈഡ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മോണ്ടിസോറിക്ക് വേണ്ടിയിട്ട്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് ലൈക്ക് ഗൈഡ്. ഞാൻ പഠിക്കുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ എന്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. ആകെ മാത്സ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഗൈഡ് എന്നുള്ള പരിപാടിയെ എനിക്ക് ഇഷ്ടമില്ല. നമ്മളുടെ കുറെ തോട്ട്സിനെ അത് അറസ്റ്റ് ചെയ്യും. സാറും മാമും അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ ശരി. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതും എനിക്ക് അത്ര താല്പര്യമില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ്. ഞാൻ 10th പഠിക്കുമ്പോൾ ഞങ്ങളുടെ മിസ് ഉണ്ടായിരുന്നു, ഒരു ഗൈഡും വെച്ച് പഠിക്കാൻ സമ്മതിക്കില്ല, ട്യൂഷൻ അടക്കം പോകണ്ടെന്നേ പറയുള്ളൂ. മാത്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ മോൾക്ക് 10th +2 ആയിരുന്നപ്പോഴും ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ ഉണ്ടല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അത് വാങ്ങിച്ചു കൊടുത്തിരുന്നു. എന്റെ ഗൈഡ് എന്നുള്ള പരിപാടി ഞാൻ പ്രൊമോട്ട് ചെയ്തു. ഞാൻ പഠിക്കുമ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ അറസ്റ്റ് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിന്തിക്കില്ല. പിന്നെ ഒരു റെഫറൻസ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ലൈക്ക് ലേബർ ഇന്ത്യ പോലുള്ള അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഗൈഡ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ള ആ ഒരു ഇതിനോട് ഞാനൊട്ടും യോജിക്കുന്ന ഒരാളല്ല. ക്വസ്റ്റ്യൻ ബാങ്ക് അങ്ങനെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്, അതൊക്കെ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഞാനത് മക്കളൊന്നും ട്യൂഷനൊന്നും പോകുന്നില്ല, അവർക്ക് ഇങ്ങനെ തന്നെ പഠിക്കുന്നത്. കാരണം ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് ആയിരിക്കും. ഇവിടുത്തെ പഠിക്കണം, അവിടുത്തെ പഠിക്കണം, എല്ലാം ഭയങ്കര ഇതായിരിക്കും. അപ്പൊ പിന്നെ അവര് എന്തായാലും അവരെന്നെ പഠിക്കണല്ലോ. ടീച്ചേഴ്സ് എടുത്ത് തരുന്നതും വാങ്ങിക്കും. ട്യൂഷന് പോയി കഴിഞ്ഞാൽ സമയം പോകും. അവളും പോയിട്ടില്ല ട്യൂഷന്. ടീച്ചേഴ്സ് പറയും ചിലപ്പോ വേറെ ടൂളായിട്ട് ചെയ്യുമല്ലോ ട്യൂഷന് പോകുമ്പോ, അപ്പൊ അത് വേണ്ട പറയും. ഇവരുടെ ബ്രെയിനിന് അതുമായിട്ട് കോമ്പാറ്റബിൾ ആകണ്ടേ. ട്യൂഷൻ ടീച്ചർ ഒരു രീതി പറയുന്നു, ഇപ്പുറത്തെ ക്ലാസ് ടീച്ചർ വേറെ രീതി പറയുന്നു. ആകെ കൂടെ അവര് കൺഫ്യൂസ്ഡ് ആയി. സോ അതുകൊണ്ട് കേട്ടോ ഗൈഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അങ്ങ് ലിമിറ്റഡ് ആയി പോകൂലേ. അതിലെ മാത്രം ക്വസ്റ്റ്യൻസ് പഠിക്കുക, നിങ്ങൾ പരീക്ഷ എഴുതുക എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. കമ്പൈൻ സ്റ്റഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ അതിലെ കാര്യങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്താൽ മതി. ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മാമിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ മാക്സിമം കുറെ ചാപ്റ്ററിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ മോക്ക് ടെസ്റ്റുകൾ ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കുക. ചിലപ്പോ അങ്ങനെ ഈവൻ ചിലപ്പോ ക്വസ്റ്റ്യന്റെ രീതി ഒന്ന് മാറുമായിരിക്കും. അതൊക്കെ ഉണ്ടാവുള്ളൂ. മോക്ക് ടെസ്റ്റിലെ തന്നെ പല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചിലപ്പോ റിപ്പീറ്റ് ചെയ്യും. കാരണം ഈ MCQ ഇടുമ്പോ ക്വസ്റ്റ്യൻ കിട്ടണ്ടേ, അതല്ലേ പാട്. മാമല്ലേ ക്വസ്റ്റ്യൻ ഇടുന്നത്? ഞാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 സബ്ജക്ട് ഞാനായിരിക്കും ഇടുന്നത്. പാർട്ട് 4 അശ്വസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന്, ഈ PG ഡിപ്ലോമയിലും മാം ഒരു സെമിനാർ ചെയ്യാൻ പറഞ്ഞല്ലോ, അത് ഏതാണ്? ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കാറ്, സമയം കിട്ടാറില്ല. ഈ ആഴ്ച തൊട്ട് നോക്കണം. മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ആണോ?
ഇപ്പൊ അതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എംകോം അല്ലെങ്കിൽ MBA കഴിഞ്ഞ ഒരാളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് വന്നിട്ട് നമുക്കൊരു സെഷൻ തരിക എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. MBA അല്ലെങ്കിൽ MCOM കഴിഞ്ഞവര് ഇതിൽ ഏതെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ചോദിച്ചു, ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ MCOMകാര് 3 പേരുണ്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക് അവരെ ഏൽപ്പിച്ചു. അങ്ങനെ അവരത് പ്രിപ്പയർ ചെയ്യുക, മാനേജ്മെന്റിനെ ഒരു നട്ട്ഷെല്ലിലാക്കിയിട്ട് നമ്മുടെ മുന്നിൽ അവര് ആ ഒരു 1 hour ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അവർക്ക് അതിനെപ്പറ്റി അറിയാം, ആ കുട്ടികൾക്ക് അവർ MCOM കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി അറിയാം. അവർ 3 പേരും കൂടെ 20 മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരത് പ്രസന്റ് ചെയ്യും. കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മളുടെ PG സെഷൻ അങ്ങനെയാണ്. വൈവേ ക്ലാസ്സിന്റെ സമയത്താ ഏതാണ് ഈ സെമിനാർ എന്ന് പറഞ്ഞ എപ്പോഴാ? PGയുടെ ക്ലാസ് നടക്കണ്ടല്ലോ ഇപ്പൊ. ഇല്ല, ക്ലാസ് PG എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. നമ്മൾ സെമിനാർസ് ആണ് കൂടുതലും, ക്ലാസ്സിലെ ഡിസ്കഷനും സെമിനാർസും ആണ് കൂടുതലും. ഇപ്പൊ ഉള്ളത് ഓൺലി അവർക്ക് മാത്രം ഉള്ളതല്ലേ ഇപ്പൊ അല്ല ഇപ്പൊ സെമിനാർ നടക്കുന്നത്? മാനേജ്മെന്റിനെ കുറിച്ചിട്ട് അവര് പറയണത് അല്ലെ, MCOM MBA പഠിച്ചവര്. അതെ MBA നമുക്കായിട്ട് വേറെ സെമിനാർ ഉണ്ടോ? ഇല്ല, അവരത് ചെയ്യും. നമ്മളത് ഒരു എന്താ പറയാ അസൈൻമെന്റ് പോലെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും അവർ പ്രസന്റ് ചെയ്യുമ്പോഴേ. പോയിന്റ്സ് ഉള്ളതല്ലേ? അതെ അതെ അതെ, എക്സിക്യൂഷൻ, ഡിറക്ഷൻ, സൂപ്പർവിഷൻ അതൊക്കെ അല്ലേ മാം? അതാണ്. പിന്നെ അതുപോലെ അവര് ചിലപ്പോ കുറച്ചുകൂടെ എക്സ്ട്രാ പറയുമായിരിക്കും ഇത്, കാരണം അവര് അത് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതിന്റെ ഇൻട്രോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവര് പറയും. അവര് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് 3 പേരായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്ലാസ് പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയിക്കോളും. മറ്റവരുടെ നിർത്തി PG ഇനി അവർക്കൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ കഴിഞ്ഞിട്ടേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. MT6 ആണ്, MT5 വരെയാണ് ഇപ്പൊ ഉള്ള ബാച്ച്. മാം അതിന്റെ ഇമ്പോർട്ടൻസ്, ചാലഞ്ചസ് അതൊക്കെ എഴുതിക്കൂടെ? ഏതിന്റെയാണ്? മാനേജ്മെന്റ് കാര്യമാണ് പറഞ്ഞേ. ഓരോ പോയിന്റ്സ് ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയി എഴുതാം. ഓക്കെ, നമുക്ക് വേണ്ടി ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ലാസ്റ്റ് ക്ലാസ് ആണ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇപ്പോഴും പറയാം. ഇനിയിപ്പോ 13th സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യും. സോ മോഡൽ എക്സാം കഴിയുമ്പോൾ ഞാൻ ടൈം സ്ലോട്ട് ഇടാം, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം പറയാം. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഡേയിലും ഓരോരുത്തരുടെ ആയിട്ട് ഒരു ഇന്റിമേഷൻ വരും. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് നൈറ്റ്. മാം പറഞ്ഞ മാത്സിന്റെ ഞാൻ ഉണ്ടാക്കി, ഞാൻ എന്റെ കൊച്ചിനെ തന്നെ പഠിപ്പിച്ചു തുടങ്ങി അത് വെച്ചിട്ടോ. ആണോ? വെരി ഗുഡ്. കാണിക്കണോ? കാണിക്കുവാണി. ചെറിയതായിട്ട് വീഡിയോ. യെസ്, വെരി ഗുഡ്. മോനെങ്ങനെ ഇൻട്രസ്റ്റ് ആയോ? അവന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുറെ പഠിപ്പിച്ചാലും അവൻ മറന്നു പോകുന്നു. അപ്പൊ ഞാൻ ഓർത്തിത് പറഞ്ഞു ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇത് വെച്ച് പഠിപ്പിക്കാന്ന് ഓർത്തു. മോൻ എത്രയിലാ?
ഒന്ന് 4-ല്. ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റോട് കൂടി ചെയ്യണ്ടാവും അല്ലേ? അതെ, ഇന്നിപ്പോ സ്കൂളിലേക്ക് ഹോംവർക്ക് ചെയ്യാണ്ടായിരുന്നപ്പോഴും ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് ചെയ്യിച്ചു. അപ്പൊ അത് പിന്നെ അത് മൈൻഡിൽ കിട്ടിയ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യിക്കും. വെരി ഗുഡ്. ഞാനെങ്കിലും അത് അപ്ലൈ ചെയ്തല്ലോ. അത് എത്ര പ്രാവശ്യം ടേബിൾ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ അന്ന് അവനെ തന്നെ ആദ്യം നോക്കാന്ന് കരുതി അങ്ങനെ ചെയ്യിച്ചു. ശരി, നമുക്ക് ശരിക്കും മോണ്ടിസോറി ചെറിയ ക്ലാസ്സിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതായാലും അങ്ങനെ ഉണ്ടാക്കി മൾട്ടിപ്ലിക്കേഷൻ എന്ന് കേട്ടപ്പോ തന്നെ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്.